ഹായ്, ഞാൻ അബ്ദു കൊയിലഗ്രാഫാം. നമ്മൾ കൊറിയർ സർവീസ് തുടങ്ങി കേട്ടോ. ചെറിയ തൈകളാണ്. ചേലന്, ഉളറ്, ചക്കരക്കുട്ടി, നാംഡോഗ്മായി, കാലാപ്പാടി, നൂർജഹാൻ മധ്യപ്രദേശ് വെറൈറ്റിയാണ്. അതും തൈ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ പക്ക നാടൻ കോമാവിൻ്റെ തൈ ഉണ്ട്. പിന്നെ ചന്ദ്രകാരന്, ഇങ്ങനത്തെ വെറൈറ്റീൻ്റെ ഒക്കെ ചെറിയ ചെറിയ തൈകൾ. അത് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം അതൊക്കെ വെറൈറ്റി നമ്മുടെ സ്റ്റോക്ക് ഉള്ളതെന്ന്. ചെറിയ തൈകളെ കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ, വലിയ തൈകൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് വെറൈറ്റീൻ്റെ വേറെ ഞാൻ കാണിച്ചു തരാം തൈകൾ. ഓക്കെ, അതെ. നമ്മൾ ഇത് കണ്ട, ഇത് നമ്മൾ ഞങ്ങളെ ഗ്രാമ്പു ഇതാണ്. ഇങ്ങനെ പെർസെൻറ്റേജ് കിട്ടുള്ളൂ. 500 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആകെ ഒരു 20 എണ്ണം 30 എണ്ണം തൈ കിട്ടുള്ളൂ. തൈ പിടിക്കുന്നില്ല. കണ്ട, സെൻറ്റർ ബെഡ് ചെയ്യുന്നത് കണ്ടില്ലേ, ഇത് പിടിച്ചതാണ്. ബാക്കി ഇതാ കുറേ പിടിക്കാത്തത്. അതുകൊണ്ടാണ് പിന്നെ തൈ കുറച്ച് കോസ്റ്റ്ലി ആവുന്നത്. മദർ പ്ലാന്റ് ആകെ 2 എണ്ണം ഉള്ളൂ. ഇത് കാട്ടുമാവിൻ്റെ അണ്ടി മുളപ്പിച്ച് തൈൻ്റെ മുകളിലാണ് ചെയ്യുക. അപ്പോൾ എന്നാലും അതിൻ്റെ പ്രതിരോധ ശക്തി ഉണ്ടാവുള്ളൂ. ഇത് ഫെയിലാണ്, കുറേ ഫെയിലാണ്. ഏകദേശം 90% ഫെയിലാണ്, 10% നമുക്ക് കിട്ടുള്ളൂ. പിന്നെ കൊറിയർ സർവീസ് TTDC പറ്റിയ തൈകളൊക്കെ ഉണ്ട്. VNR, പേര, കുലാസാന്, സ്റ്റാർ ചെറി ബ്ലാക്ക്, ലോഗൻ, റൊളേനിയ, പിന്നെ ജബോട്ടിക്കാവിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ കൊറിയർ ചെയ്യാൻ പറ്റുന്നതാണ്. റംബുട്ടാനൊക്കെ പിന്നെ എല്ലാ നഴ്സറിയിൽ കിട്ടും. ചിക്കു വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ചാമ്പ, ഉമ്മർചാമ്പ, ബെൽചാമ്പ, ബാലിച്ചാമ്പ, ഇതൊക്കെ വലുതാണ്. ഇതൊക്കെ കൊറിയർ അയക്കാന്ന് വെച്ചാൽ പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ചെയ്യണം, എന്നാലും പൊന്തി വരും. അതൊക്കെ ഒലാസാപ്പോ, എല്ലാ വെറൈറ്റി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ചെറുതൊക്കെയാണ് കൊറിയർ സർവീസ് ഉണ്ട്. ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണം. പറ്റുന്ന സീറ്റ് ലൂവി വെറൈറ്റീസ് ആണ്. ഇതാ സീറ്റ് ലൂവിന്റെ തൈകളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ജാതിന്റെ തൈ സ്റ്റോക്ക് ഉണ്ട്. ഇതാ കശുമാവൊക്കെ ഫ്ലവറിങ് ആയതാണ്. വലിയ സൈസാണത്. എന്താ, നിറയെ ഫ്ലവറിങ് ആയ തൈകളാ. ഇതൊക്കെ കൊറിയർ ചെയ്യാൻ പറ്റും. റംബുട്ടാന്റെ ഈ ടൈപ്പൊക്കെ ചെയ്യാതാ, ഇതെല്ലാം പറ്റും. TTDC പറ്റിയ തൈകളാണ്. ഇത് നമ്മൾ മദർ പ്ലാന്റ് ആണ്. എന്തേന് പേര്? സൺഡ്രോപ്പ്, ജ്യൂസ് അടിക്കുന്ന. ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് കേട്ടോ. ജബോട്ടിക്ക നല്ല സൈസ് തൈകൾ ഇതാ. റെഡ് ഹൈബ്രിഡ്, പിക്കോഷ്യ, പിന്നെ പലരും വിലകൾ ചോദിക്കാറുണ്ട്. വിലകൾ കൂടുതൽ ഞാൻ പറയല്ല, അവിടെ വന്നിട്ട് എടുക്കാം. പിന്നെ പല നഴ്സറികളിലും പല റേറ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതിപ്പോൾ അതാ തോത്താപ്പുരി തന്നെ വെറൈറ്റിയാണ്. ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഇത് പച്ചക്ക് ഉപ്പിലിടാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൽ. പഴുത്തിട്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എനിക്ക് തോന്നിയില്ല. അത് എൻ്റെ അടുത്തുണ്ട് മദർ പ്ലാന്റ്, കാഴ്ച മരമുണ്ട്. ഇതൊക്കെ ചെറിയ പൈസ ഉള്ളൂ. ഇതൊക്കെ ഒരു 180 ആ റേഞ്ചിലാണ് തൈക്ക് വില വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ പഴുത്ത മാങ്ങ തിന്നാൻ പറ്റൂല എന്നല്ല, പഴുത്താൽ പുഴുശല്യം ഉണ്ടാവും. കർണാടകയിലൊക്കെ ആണ് ഓക്കെ, ഇവിടെ അതിനകത്തുള്ളൊരു കണ്ടീഷൻ അല്ലത്. അതുകൊണ്ടാണ് ഈ തൈൻ്റെ റേറ്റ് കുറവ്. 180 രൂപ. അതൊക്കെ കൊറിയർ ചെയ്യാൻ പറ്റുന്ന തൈകളാണ്. ആവശ്യക്കാർ ബന്ധപ്പെടാം. പിന്നെ R2E2, ജംബോ റെഡ്, ഇതിനൊക്കെ ചെറിയ തൈകളുണ്ട്. പിന്നെ കുളമ്പ്, കോട്ടർക്കോണൊക്കെ 250 റേഞ്ചിൽ വരുന്നുണ്ട്. കുളമ്പിൻ്റെ തൈകളൊക്കെ നല്ല തൈ. ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 200 രൂപ. സെൻറ്റർ ബെഡ് ഉണ്ടോ, ആ റേഞ്ചിലൊക്കെ വരുന്നതാണ്. പിന്നെ മൂവാണ്ടൻ്റെ തൈ, ഇതൊക്കെ മൂവാണ്ടൻ്റെ തൈകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ 200 രൂപ റേഞ്ചിൽ വരുന്ന മൂവാണ്ടന്. പിന്നെ അതിനേക്കാളും വില കുറഞ്ഞ തൈകളും ഉണ്ട്. പക്ഷേ നമ്മൾ ഉറപ്പ് പറയാൻ പറ്റില്ല. ഒത്തിരി പുറത്തുനിന്ന് വരുന്ന മാവുകൾ അവിടെ കായ്ക്കില്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ കായ്ക്കുന്ന മാവുകൾ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. ഇതൊക്കെ തൈകളാണ്. വലിയ തൈകളൊന്നും കൊറിയർ പോകില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ.